എൻ്റെ ജീവിത സാഹചര്യങ്ങൾ വളരെ പരിമിതമാണ് കേട്ടോ. ആ പരിമിതത്തിനുള്ളിലുള്ള സംഭവങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. ചിലർ പറഞ്ഞതൊക്കെ ശരിയാണ് കേട്ടോ, അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. നമുക്ക് അത്രയും വലിയ ക്വാളിറ്റിയുള്ള പാത്രങ്ങളോ ഇല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള സൗകര്യങ്ങളോ ക്വാളിറ്റിയുള്ള കട്ടിംഗ് ബോർഡുകളോ ഒന്നുമില്ല. എങ്കിലും ആ പരിമിതികൾക്ക് ഉള്ളിൽ തന്നെ ഞാൻ എല്ലാത്തിനും വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാകണം. ഇപ്പം സമയം ഒരു 4:30 ആകുന്നു കേട്ടോ. അതായത് രാവിലെ 4:30 നമ്മൾ ഇടയത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റാണ്. ഇന്ന് 27ാം രാവ് നോമ്പാണ്, അതായത് 26ാമത്തെ നോമ്പ്. അപ്പോൾ നമുക്ക് അത്താഴം കഴിക്കാം. അപ്പോൾ ഞാൻ പോയി ഇതാണ്ടേ ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വന്നു കേട്ടോ. അപ്പോൾ മോളും എൻ്റെ കൂടെ എഴുന്നേറ്റിട്ട് അവൾ പിന്നെ മാറിക്കിടന്നു കേട്ടോ. പിന്നെ ഞാൻ അവളെ നിർബന്ധിച്ച് എഴുന്നേൽപ്പിച്ച് അവളും ഫ്രഷ് ആകാൻ വേണ്ടി പോയിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇച്ചിരി ചോറ് ഉണ്ട് കേട്ടോ. ചോറാണ് നമ്മൾ ഇടയത്താഴത്തിന് കഴിക്കുന്നത്. ഞാൻ ചിലപ്പോഴൊക്കെ ഓവർനൈറ്റ് ഓട്സ് ഒക്കെ കഴിക്കാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം മടിയായതുകൊണ്ട് ഓവർനൈറ്റ് ഓട്സ് അങ്ങനെ അധികം ഉണ്ടാക്കാറില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ടിട്ട് ചോറ് തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ ചോറുണ്ട്, ചിക്കൻ കറി ഉണ്ട് കേട്ടോ. നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇറച്ചിക്കറിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് കറിയും കൂടെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കോവക്കായും കൂടെ എടുത്തിട്ട് നമ്മൾ രാത്രി മെഴുക്കിട്ട് വെച്ചായിരുന്നേ. അപ്പോൾ അതും കൊണ്ടിട്ട് നമ്മൾ ചോറ് കഴിക്കുവാണ്. രാത്രി കിടക്കാൻ നേരത്ത് എല്ലാ സംഭവങ്ങളും എടുത്തിട്ട് ഇപ്പുറത്തെ ആ മുറിയിലോട്ട് വെച്ചിട്ടാണ് കേട്ടോ കിടക്കുന്നത്. കാരണം നമ്മുടെ അടുക്കളയെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അവിടെ വെച്ചാൽ ചിലപ്പം പ്രതീക്ഷിതമായിട്ടുള്ള മഴയോ ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എലിശല്യമൊക്കെ ഉണ്ടാകാറുണ്ട് കേട്ടോ. ഇങ്ങനെ ഓടി നടക്കുമ്പോഴത്തേക്കും പിന്നെ അതൊരു ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ നമ്മളെല്ലായിടത്തും ഇപ്പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ കിടക്കാറുള്ളത്. അങ്ങനെ തന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, നെയ്യത്തൊക്കെ വെച്ചിട്ട് നിന്നപ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ പഠിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഓതാനൊക്കെ ഇരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മോൻ ഉണർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവനെയൊക്കെ ഒരുവിധം ഉറക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം തന്നെ രാവിലെയായി കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവണം കേട്ടോ. കുട്ടികൾക്ക് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുവാണ്. ഇവക്ക് നോമ്പില്ല കേട്ടോ, അതാണ് അവൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എൻ്റെ മൂത്ത മോൾ എല്ലാ നോമ്പും പിടിച്ചു കേട്ടോ, മാഷാ അല്ലാഹ്. അങ്ങനെ തന്നെ കുട്ടികളെ സ്കൂളിൽ വിടാനുള്ള തിരക്കിലാണ് കേട്ടോ. അതെ, മാഷാ അല്ലാഹ്, നമ്മുടെ യൂട്യൂബിൽ എബോവ് 5K സബ്സ്ക്രൈബേഴ്സായി കേട്ടോ. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. സത്യമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എത്രത്തോളം നന്ദി പറഞ്ഞാലും തീരത്തില്ല. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഈ ഒരു 5K ഫാമിലി എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വിലപ്പെട്ടത് തന്നെയാണ് കേട്ടോ. ഞാൻ വീണ്ടും വീണ്ടും ഇത് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നതല്ല, എന്നാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എന്തായാലും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഇതേപോലെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ കുട്ടികളെയൊക്കെ വിട്ടതിന് ശേഷം വേണം കേട്ടോ എനിക്കിനി ഇപ്പോൾ റെഡിയായി എനിക്ക് ഓഫീസിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇന്ന് 27ാം രാവായതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ക്ലീനിങ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴേക്കും നാളെ രാവിലെ ഒരാൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അവരെ വരാൻ വേണ്ടിയിട്ട് അവൻ റെഡിയായി നിൽക്കുവാണ് കേട്ടോ. വണ്ടിയിൽ കയറാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. കൊണ്ടുപോയില്ലെങ്കിൽ ഭയങ്കര ബഹളമായിരിക്കും. അതുകൊണ്ടിട്ട് ഞാൻ അവനെയും കൂടെ ഒന്ന് എടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ കുട്ടികളെ കൊണ്ട് ആക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മുടെ വാതിക്കൽ തന്നെ വണ്ടി വരും, കുറച്ച് അങ്ങോട്ട് നീങ്ങണം കേട്ടോ. കുട്ടികളെയൊക്കെ വിട്ട് വന്നതിന് ശേഷം ഭയങ്കര തിരക്കായി പോയി കേട്ടോ. ഞാൻ പിന്നെ പെട്ടെന്ന് കുളിച്ച് റെഡിയായി തൻ്റെ ഓഫീസിൽ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴേക്കും ഇവ ഭയങ്കര നിർബന്ധമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടമാണെങ്കിൽ